എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. എന്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ആന്റണി ജോസ്. സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ നടുവടിക്കുന്നതാണ്. അത്തരത്തില് മുട്ടുമാറ്റി വെക്കല് നമുക്ക് ആലോചിച്ച് നോക്കുന്നത് സർവ്വസാധാരണമാണ്. അപ്പൊ മുട്ടുമാറ്റി വെക്കല് ഏറ്റവും കുറഞ്ഞ ചെലവിൽ, അതായത് സാധാരണക്കാരനും സ്ട്രഗിൾ ചെയ്യുന്നവർക്കൊക്കെ ഈ ചികിത്സ ഈസി ആയിട്ട് ലഭ്യമാക്കിക്കൊണ്ട് 1000-ലധികം മുട്ടുകൾ മാറ്റിവെച്ച എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ പ്രിയ സുഹൃത്ത് എന്നോടൊപ്പം ഉണ്ട്. ആ ഡോക്ടറുടെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാഴ്ചയും വിശേഷങ്ങളും നിങ്ങൾക്കോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്കോ ഉപകരിക്കും. ഡോക്ടറെ, നമ്മളെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം നാടായ മാളയിൽ ഡോക്ടർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരുപാട് സർജറികൾ ഞാനൊരു വീഡിയോ മുമ്പ് മാളയിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ മുട്ട് മാറ്റി വെക്കാനെ പറ്റി. അത് ചെയ്യാൻ കാരണമുണ്ട്, എൻ്റെ ഉമ്മിച്ചയുടെ 2 മുട്ട് മാറ്റി വെച്ചതാണ്. ആ വീഡിയോ കണ്ടിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് ഒത്തിരി പേര് വന്ന് സർജറി ചെയ്ത്. അപ്പൊ അവരൊക്കെ അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, മോനെ, എനിക്ക് ഒരുപാട് പ്രാർത്ഥനകളും വിശ്വാസം തന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ സാമ്പത്തിക ഭാരം കൊണ്ട് ഞങ്ങൾക്ക് ഈ ചികിത്സ പറ്റാണ്ട് നിൽക്കുകയായിരുന്നു അത്. പക്ഷെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ അതിനകത്ത് എത്തിയത്. ഇപ്പൊ വളരെ സംതൃപ്തികരമാണ്. എനിക്കതൊരു ഡോക്ടറോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഫോൺ ചെയ്തിട്ട് എന്നായിട്ട് സംസാരിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഡോക്ടറെ, നമ്മൾക്ക് ഇപ്പൊ ഒത്തിരി വർഷങ്ങളായി നമ്മൾ ആ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ മാറി വന്ന കാലഘട്ടങ്ങള്, റോബോട്ടിക് സർജറികള്, AI ഒക്കെ നമ്മുടെ എല്ലാ ദൈനംദിന ജീവിതത്തിൽ വന്നിരിക്കുകയാണത്. ഡോക്ടർക്ക് എന്താണ് ഇപ്പൊ ഒത്തിരി ആൾക്കാർ ഇപ്പൊ അനുദിനം ഒത്തിരി കേസുകൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് രോഗികളോട് ഇപ്പൊ മുട്ടുമാറ്റി വെക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നവരോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്, ഇത്ര എക്സ്പീരിയൻസ് നിൽക്കുമ്പോൾ? ഇപ്പൊ നമ്മള് മുമ്പ് സംസാരിച്ചിട്ട് ഒരു 6 years ഗ്യാപ്പിങ്ങിലായിട്ടുണ്ട്. അതെ. അപ്പൊ ഇതിന് ശേഷം ഇപ്പൊ നമുക്ക് ഭയങ്കരമായ വ്യത്യാസം വന്നിരിക്കുന്നത് റോബോട്ടിക് ശസ്ത്രക്രിയയാണ്. ഓക്കെ. അപ്പൊ അത് ഇപ്പൊ നമ്മൾ പുതിയൊരു സ്കീമൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാ സാധാരണക്കാർക്കും റോബോട്ടിക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കൂടി സജ്ജാക്കുന്ന രീതിയിലാണ്. യെസ്. അപ്പൊ അതിനകത്തൊരു ചോദ്യം വെച്ചാല്, റോബോട്ടാണോ സർജറി ആണ്? ഇപ്പൊ റോബോട്ട് വന്നിട്ട് ഇതെല്ലാ സംഭവങ്ങളും ചെയ്യുക, ഡോക്ടർ ഇങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ നോക്കി വെക്കുക? എനിക്ക് അറിയാണ്ട് ചോദിക്കുകയാണ് കേട്ടോ. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കല്ലോ, ഇപ്പൊ റോബോട്ടിൽ നിന്ന് ഒരു റോബോട്ട് വന്നിട്ട് എല്ലാവരും മറ്റേ സിനിമയുടെ ചിട്ടി റോബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ചെയ്യോ, അതോ ഡോക്ടർമാർ കൈയിട്ട്, അത് ഡോക്ടർമാർ പറഞ്ഞു കൊടുക്കുന്നതാണ് റോബോട്ട്? എന്താണ് ആക്ച്വലി തിയേറ്ററിൽ നടക്കുന്നത്? ഒരു തമാശയുള്ള എന്താണെന്ന് വെച്ചാൽ, എന്റെ ഒരു ഫ്രണ്ട് ട്രിവാൻഡ്രത്ത് ഓപ്പറേറ്റ് ചെയ്താ. ആ ഉമ്മ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഇവരൊക്കെ പറഞ്ഞ ഡോക്ടർ അല്ലേ ചെയ്തൊരു ഡോക്ടർ റോബോട്ട് ചെയ്തെന്ന് പറഞ്ഞു. അതുപോലെ റോബോട്ട് അല്ല ശസ്ത്രക്രിയ ചെയ്യണം. ബേസിക്കലി നമ്മുടെ സർജറി കുറച്ചും കൂടി ഈസി ആക്കിയാണ് റോബോട്ട് ചെയ്യുന്നത്. അതാണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ്. അപ്പൊ ഈ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വലിയ റോബോട്ടിക് സർജറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആമും ഒരു ഇതൊക്കെ ഇങ്ങനെ നിൽക്കണൊക്കെ കാണാറുണ്ട്. ആക്ച്വലി ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഡോക്ടർ എന്ന് വെച്ചാൽ മുട്ടുമാറ്റി വെക്കൽ, അതാണ് ഡോക്ടറുടെ പ്രധാന ഏരിയ. കാരണം അത് മാത്രം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും എന്താ പറയുക, ഏറ്റവും കുറഞ്ഞ മുറിവ്, വേദന കുറവ് എന്നൊക്കെ ഉള്ള നിലക്കൊക്കെ പോകണമെന്നുള്ള റോബോട്ടും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് അത് എങ്ങനെയാണ് അത് ഒരു പേഷ്യന്റിന് വളരെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഹ്യൂമൻ എറർ വളരെ കുറയ്ക്കാൻ റോബോട്ട് സഹായിക്കും. ഓക്കെ. അപ്പം ബേസിക്കലി നമ്മളൊരു പേഷ്യന്റ് സിനാരിയോയിൽ പറയുകയാണെങ്കിൽ, ഒരു പേഷ്യന്റിനെ മുട്ട് മാറ്റി വെക്കണ മുമ്പ് നമ്മൾ എക്സ്റേസ് എടുക്കും. പക്ഷെ ഈ റോബോട്ടിക് ശസ്ത്രക്രിയയിൽ നമ്മൾ CT സ്കാൻ ആണ് എടുക്കുക. അപ്പൊ ഈ CT സ്കാൻ എക്സ്റേയും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമുക്ക് അത്ര മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ CTയിൽ കിട്ടും. ഈ CT ആണ് നമ്മൾ ആദ്യം തന്നെ ഫീഡ് ചെയ്യിപ്പിക്കുന്നത്. ഈ CT നമ്മുടെ റോബോട്ടിന്റെ സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ആവും. അപ്പൊ ബേസിക്കലി നമ്മൾ സർജറിക്ക് പോകുന്നതിനേക്കാളും മുമ്പ് തന്നെ ആ പേഷ്യന്റിന്റെ കട്ട്സ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ സർജറി ചെയ്യുന്നു എന്നുള്ള ഡയറക്ഷൻസ് റോബോട്ടിൽ ഫീഡറാണ്. ഒപ്പം തന്നെ നമുക്കും കിട്ടും. അപ്പൊ ഞാനും റോബോട്ടിന്റെ സോഫ്റ്റ്വെയറിന്റെയും ഹെൽപ്പിലൂടെ നമുക്ക് ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതാണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ മൊബൈലിലൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ, ഇപ്പൊ പണ്ടൊക്കെ ഒരു ഫോട്ടോ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രത്യേകം സോഫ്റ്റ്വെയറുകൾ ടെക്നീഷ്യൻസ് വേണ്ടെടുത്ത് ഒരു കമാൻഡ് കൊടുത്ത് ചെയ്യണ പോലെ ഈ സംഭവം, അതായത് CT റിപ്പോർട്ട് അങ്ങോട്ട് ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റോബോട്ട് ഫിക്സ് ചെയ്യുന്നു എന്താണ് കണ്ടീഷൻ അതനുസരിച്ച്. അതായത് അപ്പൊ പേഷ്യന്റിനുള്ള പെയിൻ കുറയും, മുറിവുകൾ, ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഡോക്ടർ? ബേസിക്കലി നമുക്ക് ഈ റോബോട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ ഇപ്പൊ എന്റെ ഹോസ്പിറ്റലിലുള്ള റോബോട്ടിന്റെ ആം ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്, നമ്മളല്ല കട്ട് ചെയ്യണം. അപ്പൊ പക്ഷെ എന്ന് വെച്ചാൽ റോബോട്ട് അല്ല സർജറി ചെയ്യണേ. നമ്മുടെ കമാൻഡില് ഓക്കെ പറഞ്ഞാൽ മാത്രമേ ആ കട്ട് നടക്കുള്ളൂ. നമ്മുടെ കമാൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുട്ട് മാറ്റി വെക്കലില് അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് നമ്മുടെ മസിലിന്റെ ബാലൻസിങ്, ഇതൊക്കെ പ്രോപ്പർ ആവണം. ഒപ്പം കട്ട് വളരെ കുറവായിരിക്കും റോബോട്ടിനെ സംബന്ധിച്ച്. അതുപോലെ മുറിവിന്റെ ലെങ്ത് വളരെ വളരെ മിനിമലാണ്. പിന്നെ എല്ലാവരും പണ്ട് മുതൽക്കേ പറയുന്ന കാര്യമാണ്,
നമ്മുടെ മസിൽ കട്ടിംഗ് ആയിരുന്നു പണ്ടൊക്കെ സർജറി ചെയ്തിരുന്നത്. ഇപ്പൊ ടെക്നോളജി മാറി മാറി മസിൽ സ്പ്ലിറ്റിംഗ് ആണ്, സബ് വാസ്റ്റസ് എന്ന് പറയും. ബേസിക്കലി നമ്മൾ മസിൽ കട്ട് ചെയ്യുന്നില്ല, മസിലിനെ ജസ്റ്റ് റിട്രാക്ട് ചെയ്ത് റോബോട്ടിന് കട്ട് ചെയ്യാനുള്ള ഒരു ആമിൻ്റെ സ്പേസ് ആക്കി കൊടുക്കൽ മാത്രമേ നമ്മൾ ചെയ്യുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ ചെറിയ വളരെ നീളം കുറഞ്ഞ മുറിവായിരിക്കും, പിന്നെ ഈ മസിൽസ് ഒന്നും കട്ട് ചെയ്യാതെ പരമാവധി ബേസിക്കലി പേഷ്യന്റിന്റെ ഫങ്ഷണൽ ഔട്ട്കം അല്ലെങ്കിൽ ഒരു പെയിൻ വളരെ വ്യത്യാസമാണ്. നോർമൽ മുട്ടുമാറ്റി വയ്ക്കലും റോബോട്ടിക് മുട്ടുമാറ്റി വയ്ക്കലും തമ്മിലുള്ള പെയിൻ വളരെ വ്യത്യാസമായിരിക്കും. പെയിനിൽ വ്യത്യാസം റിക്കവറി പീരീഡിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് 5 ദിവസം ഒരാഴ്ചയൊക്കെയാണ് പണ്ട് പേഷ്യന്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. ഇതിൽ കൂടെ നമുക്ക് 3-ാമത്തെ ദിവസം തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. വാക്കറിന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് പിറ്റേ ദിവസം തന്നെ നടത്തിക്കാൻ പറ്റും. അതൊക്കെ പേഷ്യന്റിനെ സംബന്ധിച്ച് ഭയങ്കരമായ ഒരു മോട്ടിവേഷൻ അല്ലേ. അല്ലെങ്കിൽ അവർ 3 ദിവസം ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടന്ന് ഫിസിയോതെറാപ്പി ചെയ്ത് ഇവർ പിറ്റേ ദിവസം തന്നെ നടക്കാണ്. ആ ധൈര്യം കിട്ടുമ്പോൾ തന്നെ ആ റീഹാബിലിറ്റേഷൻ വളരെ ഈസി ആയി പേഷ്യന്റ്. എന്തായാലും ഈ മാറി വരുന്ന ഈ ടെക്നോളജി സത്യം പറഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് പോകുന്നു. എന്തായാലും അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ്. കാരണം എൻ്റെ ഉമ്മിച്ചിയുടെ ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സമയത്തൊക്കെ അത് വലിയ നീളം കൂടിയ മുറിവുകളും വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ, ദറ്റ് മീൻസ് എൻ്റെ ഉമ്മയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, മുട്ടുവേദന ഉള്ളവർ ഇപ്പൊ സർജറി അനിവാര്യമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ 1-2 ഒപ്പീനിയൻ എടുത്താൽ എത്രയും വേഗം ചെയ്യാനേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് വെച്ചുകൊണ്ട് നടന്ന് നടത്തത്തിന്റെ സ്റ്റൈലൊക്കെ മാറി, നടു കംപ്ലൈന്റ് അവസാനം വർഷങ്ങൾ കൊണ്ട് ഇതൊക്കെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് സർജറിക്ക് തയ്യാറാകുമ്പോൾ 100 കൂട്ടം പ്രശ്നങ്ങൾ, അങ്ങനെ കാർഡിയാക് പ്രശ്നങ്ങൾ. 5 കൊല്ലം മുമ്പ് കണ്ട പേഷ്യന്റ് ഇപ്പൊ എന്റെ അടുത്ത് വരുമ്പോഴേക്കും അവരുടെ കാർഡിയാക് ഫംഗ്ഷൻ മോശമായി. നമ്മൾ ഒരിക്കലും ഒരു മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു മൾട്ടി ഡിസിപ്ലിനറി. പേഷ്യന്റിന്റെ ലങ്സിന്റെ വോളിയം പ്രോപ്പർ ആവണം, ആർട്ടിന്റെ ഫംഗ്ഷനിങ് പ്രോപ്പർ ആവണം, അവരുടെ മെന്റൽ സ്റ്റേറ്റും പ്രോപ്പർ ആവണം. അല്ലാതെ ആരെങ്കിലും നിർബന്ധിച്ച് പോയി നമ്മൾ മുട്ടുമാറ്റി വെക്കല്ല, പേഷ്യന്റ് ആയിട്ട് തന്നെ തീരുമാനിക്കണം. അത് അവരുടെ നീഡാണ്. എത്രയോ പെട്ടെന്ന് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്, മുട്ട് മാറ്റി വെച്ചേ തീരുന്നുണ്ടെങ്കിൽ എത്രയോ പെട്ടെന്ന് ചെയ്യാം. പിന്നെ അത് ഡിലേ ആക്കണേൽ അർത്ഥമില്ല. അത് തന്നെയാണ് എനിക്കും പറയുന്നത്. ഉമ്മിച്ചിയുടെ കാര്യത്തിൽ ഉമ്മിച്ച് ഇതുപോലെ നടന്ന് മാക്സിമം കൊളാക്കാവുന്ന അത്രയും കൊളാക്കി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പോയിട്ട് ചെയ്തത്. ആദ്യം ഒരു മുട്ടും വളഞ്ഞിട്ടുണ്ട്, നടുവേദന. പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോണ്ടല്ലോ ആള് ഒരു രക്ഷ. ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാല്, നിലത്ത് ഇങ്ങനെ ചമ്മണം പണിഞ്ഞിരുന്ന ഓണസദ്യയൊക്കെ ഉണ്ണാനായിട്ട് ചമ്മണം പണിഞ്ഞിരിക്കാനോ നിലത്തിരിക്കാനോ പറ്റില്ല, സ്റ്റൂളുമൊക്കെ ഇരുന്നിട്ട് ചെയ്യാം. പക്ഷെ മല കയറാനും നടക്കാനും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. എന്താണ് ഡോക്ടർ ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പൊ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നവരോട് ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എന്താണ് കറക്റ്റ് പ്രോപ്പർ ഒരു സജഷൻ, ക്യുക്ക് ഒരു സജഷൻ? കാരണം അവർക്ക് ഡിസിഷൻ എടുക്കാൻ പലരും പെൻഡിങ് ആയിരിക്കും, നാളെ ആവട്ടെ എന്നുള്ളത്. അത്തരക്കാർക്ക് എന്താണ് പറയുന്നത്? ഇപ്പോഴത്തെ പേഷ്യൻസിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫിസിയോതെറാപ്പി ഉണ്ട്, ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ആയുർവേദം, ഹോമിയോ, പല. ഞാൻ എന്റെ പേഷ്യൻസിനോട് നിങ്ങളെല്ലാം ശ്രമിച്ചോളൂ. അത് കഴിഞ്ഞിട്ടും പേഷ്യന്റിന് വേദന ഉണ്ട്, ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണ്, 5 മിനിറ്റിനേക്കാളും കൂടുതൽ നടക്കാൻ പറ്റുന്നില്ല വേദന കാരണം, പിന്നെ സർജറി ചെയ്യാം. എല്ലാം ട്രൈ ചെയ്തിട്ട് മതി. അല്ല, അതായത് ഞാൻ ഇങ്ങനത്തെ ഒരു ഡോക്ടർ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഇപ്പൊ ഏതെങ്കിലും ഒരു വിഭാഗം, അലോപ്പതിയാണോ ആയുർവേദമാണോ ഹോമിയോ ആണോ, അവർ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡോക്ടറിന് എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ, എന്ത് വേണമെങ്കിലും ട്രൈ ചെയ്തോ, ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ എത്തിയാൽ മതി എന്നാണ് പറയുന്നത്. കാരണം ചില ആയുർവേദിക് ഹോസ്പിറ്റൽസിലത്തെ ആൾക്കാർ തന്നെ പറയും, ഇനി ഇതില്ല, നിങ്ങൾ സർജറി ചെയ്തോളൂ എന്നാ പറയണേ. ഇതിനോട് ഞാൻ ഒരു ചോദ്യം, ഇപ്പൊ നമുക്ക് വേദന ഒക്കെ വരുമ്പോ ഇപ്പൊ ഞാനൊക്കെ ആയാലും ബാമുകളും തൈലങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനോട് എന്താണ് ഡോക്ടർക്ക്, ഇപ്പൊ ഡോക്ടർ ഒരു സർജനാണ്, പക്ഷെ എന്നിരുന്നാലും ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഇപ്പൊ ഒരു വേദന പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരം ബാമുകളും ഇതുകളൊക്കെ ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിനെ പറ്റി ഡോക്ടർ വേദന സമ്മാരികൾ കഴിക്കണേക്കാളും നല്ലത് ബാമും തൈലങ്ങളും തേക്കണതാണ് നല്ലത്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അതൊരു നല്ല സാധാരണ അതൊന്നും പറ്റില്ല അതൊക്കെയാണ് പറയുന്നത്. പെയിൻ മാറുന്ന എന്തെങ്കിലും മൊഡാലിറ്റി കഴിക്കാണ്ട് ലോക്കൽ ആപ്ലിക്കേഷൻ കൂടെ കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. അതുകൊണ്ട് ഞാൻ അതിന്റെ കൂടെ നമ്മുടെ തായ്ലൻഡിൽ പോണവരോടൊക്കെ തായ് മസാജ് ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, എനിവേ എന്തായിരുന്നാലും ഇത് നമ്മുടെ അനുഭവം. അതുപോലെ തന്നെ ഇത് പറഞ്ഞപ്പോഴും ഡോക്ടർ ഈ റോബോട്ടിക് സർജറിന് പറഞ്ഞപ്പോ ഈ ഇടുപ്പ് മാറ്റം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ വന്ന സമയത്ത് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ഡോക്ടർ അത് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത്. അത് നമ്മുടെ പ്രേക്ഷകരോട് പറയും, ഇപ്പൊ മുട്ടുമാറ്റിവെക്കലാണ് നമ്മുടെ സബ്ജക്ട്, പക്ഷെ ഇടുപ്പിനൊക്കെ റോബോട്ടിക് വരുമ്പോൾ അഡ്വാൻറ്റേജസ് ഒക്കെ എന്താണ്? ഇടുപ്പിൽ റോബോട്ടിനേക്കാളും കൂടുതൽ ഇപ്പൊ ഏറ്റവും അപ്കമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആന്റീരിയർ അപ്രോച്ച് എന്ന് പറയും. ബേസിക്കലി വളരെ സിമ്പിൾ ആയിട്ട് പറയാം, നോർമലി ഇടുപ്പിൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മുട്ടിന്റെ അത്ര കോമൺ അല്ല. അവരിങ്ങനെ നടന്ന് അത്ര തേഞ്ഞാൽ മാത്രമേ ഇടുപ്പിലേക്ക് പോവുള്ളൂ. ഫസ്റ്റ് എല്ലാവരും നടു,
പിന്നെ മുട്ട്, പിന്നെയാണ് ഇടുപ്പല്ലിനെ ഏറ്റവും കോംപ്രമൈസിങ് ആയിട്ടുള്ള ഒരു ജോയിന്റാണ് ഇടുപ്പല്ല്. ഒരു രീതിയിലും നടക്കാൻ പറ്റാണ്ടാണ് ഇടുപ്പല്ല് നമ്മൾ മാറ്റി വെക്കുക. അത് പല കാരണങ്ങളിലാവാം. സന്ധിവാദം കാരണമാവാം, സ്റ്റിറോയിഡിന്റെ യൂസേജ് കാരണമാവാം, എക്സസൈസ് സ്മോക്കിങ്ങും ഡ്രിങ്ക്സും ഉള്ളവർക്കാവാം, ഒരു വീഴ്ചയ്ക്ക് ശേഷം ട്രോമയ്ക്ക് ശേഷം ഇടുപ്പല്ലിന്റെ ഷേപ്പ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ പണ്ടൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞൊരു കൊല്ലം മുമ്പ് വരെ നമ്മൾ ബാക്ക് സൈഡിലായിരുന്നു മുറിവ്, അല്ലെങ്കിൽ പോസ്റ്റീരിയർ അപ്രോച്ച് എന്ന് പറയും. അപ്പോൾ ആ അപ്രോച്ചിന്റെ മെയിൻ പ്രശ്നം നമ്മൾ മസിൽ കട്ട് ചെയ്തിട്ട് ഞരമ്പിനെയൊക്കെ മാറ്റിയിട്ടുള്ള സർജറി ആയിരുന്നു. അത് വലിയൊരു മേജർ സർജറിനേക്കാളും പുറമെ അതിന്റെ മുറിവ് ഉണങ്ങാനും അതിന്റെ റിഹാബിലിറ്റേഷൻ ഒരുപാട് ടൈം എടുത്തിരുന്നു. ഒരു 6 ആഴ്ച ഒരു വാക്കറിൽ വേണം, ഫിസിയോതെറാപ്പി വേണം, പിന്നെ സ്റ്റിക്ക് വേണം, അങ്ങനെ ഇരിക്കാൻ പാടില്ല, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിന്റെ ആന്റീരിയർ അപ്രോച്ചിൽ മുറിവ് വളരെ ചെറുതാണ്, നമ്മൾ മസിൽ കട്ട് ചെയ്യുന്നില്ല. അത് വളരെ ഇമ്പോർട്ടന്റ്. പിന്നെ ഇതിന്റെ കുഴ തെറ്റി പോകാനുള്ള സാധ്യതകളില്ല. അതിനേക്കാളൊക്കെ ആ സർജറി കഴിഞ്ഞാൽ അന്ന് തന്നെ പേഷ്യന്റിന് സപ്പോർട്ടില്ലാണ്ട് നടക്കാൻ പറ്റും. അത് ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ പേഷ്യൻസിനെ. വലിയൊരു റെവല്യൂഷൻ തന്നെ പറയാം. റെവല്യൂഷനാണ് ആന്റീരിയർ അപ്രോച്ച്. ഏതാണ്ട് ഒരു 5-6 വർഷമായിട്ടുണ്ടാവും നമ്മള് അന്ന് നമ്മുടെ വീഡിയോസ്, ആദ്യത്തെ വീഡിയോസ് വന്നിട്ട്. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത്, എനിക്ക് ഏറ്റവും കൂടുതൽ മുട്ട് മാറ്റി വെക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് അറിയപ്പെടണം, അതിന് വേണ്ടിയിട്ട് എൻ്റെ മാക്സിമം എഫേർട്ട് ഇടും, ബിക്കോസ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിന്നും കൂടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 6 വർഷം മുമ്പോട്ട് നോക്കുമ്പോൾ അന്നത്തെ ടെക്നോളജി അല്ല ഇന്ന്. പക്ഷെ ഈ ഒരു പീരീഡിൽ സത്യം പറഞ്ഞാൽ അന്ന് എന്നെ ഡോക്ടർ തിയേറ്റർ കാണിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതിന്റെ വീഡിയോ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് ഡോക്ടർ എത്ര കഷ്ടപ്പെടണം എന്നുള്ളത്. ഡോക്ടർമാരെല്ലാവരും, എല്ലാ ഡോക്ടർമാരും, പ്രത്യേകിച്ച് ഓർത്തോ റിലേറ്റഡ് അല്ലേ, ശരിക്കും പറഞ്ഞാൽ അത്രയധികം സംഭവങ്ങളുണ്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇനി ചോദിക്കണം, ഇപ്പൊ നമ്മളൊരു 5-6 വർഷം പിന്നിട്ട് കഴിഞ്ഞു, അടുത്തൊരു 10 വർഷം കൂടി പിന്നിടുമ്പോൾ ഡോക്ടറെ എങ്ങനെ, ഇപ്പൊ തന്നെ ഡോക്ടർ ഇപ്പൊ 1000-ലധികം മുട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ആഗ്രഹങ്ങളിലേക്ക് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയത്തെ ഒരു 10 വർഷം പിന്നിടുമ്പോൾ ഡോക്ടറെ എങ്ങനെ അറിയപ്പെടണം എന്നാണ് ഡോക്ടർ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഓർത്തോപെഡിക് ട്രെയിനിങ്ങിനൊക്കെ ശേഷം നമ്മൾ മുട്ട് മാറ്റിവെക്കലാണ് നമ്മുടെ പാഷൻ എന്ന് മനസ്സിലായ ഒരു ടൈമുണ്ട്. ആ ടൈമിലാണ് നമ്മൾ കണ്ടിരുന്നത്. ആരി സ്കാൻ കണ്ട സമയം തൊട്ട് അന്ന് ഞാൻ തീരുമാനിച്ച 2 കാര്യങ്ങളാണ്. എല്ലാ സാധാരണക്കാർക്കും മുട്ടുമാറ്റിവെക്കൽ എത്തിക്കണമെന്ന്. ഒപ്പം തന്നെ ഞാൻ എടുത്തൊരു ഡിസിഷനാണ്, നമ്മളൊരു പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്താൽ അവർ ഏത് സമയത്ത് വിളിച്ചാലും നമ്മൾ അപ്രോച്ചബിൾ ആവണം. കാരണം അവരുടെ ഏത് സംശയങ്ങൾക്കും നമ്മൾ ഉണ്ടാവണം. കാരണം അവരുടെ ലൈഫിലത്തെ മെയിൻ ഒരു ഇവന്റാണ് മുട്ടുമാറ്റി വെക്കൽ. അത് ചെയ്ത് കഴിഞ്ഞ് ഒരു ഫോളോ അപ്പിനും നമ്മളില്ല, അങ്ങനെയല്ല. അവർക്ക് ഏത് സംശയങ്ങൾക്കും, അവരുടെ ഫാമിലിയിൽ ആരുടെങ്കിലും സംശയങ്ങൾക്ക് വരെ, ഇപ്പൊ എന്നോട് ചില പേഷ്യൻസ് ഒക്കെ ഓർത്തോ റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങൾക്ക് വരെ അവർ വിളിക്കാറുണ്ട്. പക്ഷെ ഞാനത് ഐ മേക്ക് ഷുവർ അപ്രോച്ചബിൾ ആവണം. ഈ 10 കൊല്ലം കഴിഞ്ഞ് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ സാധാരണക്കാർക്കും ന്യൂവർ ടെക്നോളജി, ഇപ്പൊ ഏറ്റവും ന്യൂവർ ടെക്നോളജിയാണ് റോബോട്ടിക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഇതേപോലെ തന്നെ എല്ലാവരിലേക്ക് എത്തിക്കാനും ഈ അപ്രോച്ചബിലിറ്റി എന്നുള്ള ആ ഒരു ഫാക്ടറും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ, അതാണ് നമുക്ക് ഏറ്റവും ആഗ്രഹം. തീർച്ചയായിട്ടും സാധിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറുടെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് അത് തന്നെയാണ് കേട്ടോ. ഞാനും എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേദന പ്രശ്നങ്ങളൊക്കെ ഒന്നും ഞാൻ വിളിക്കാറുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു ഇന്ന ഹോസ്പിറ്റലിൽ നിന്നൊന്നുമില്ല കേട്ടോ, നമ്മളെ ഹോസ്പിറ്റലിലൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല, എല്ലാം നല്ല ഹോസ്പിറ്റൽ നമുക്കൊക്കെ വേണ്ടി തന്നെ ഉള്ളതാണ്. പക്ഷെ നമ്മൾക്ക് എപ്പോഴും നമ്മൾക്ക് ഇപ്പൊ ആ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കണ്ട് ഡോക്ടർ ആ കൺസൾട്ടിങ് ടൈമിന് അപ്പുറത്തേക്ക് നമുക്ക് അതിന്റെ ഒരു ആക്സസ് കിട്ടാറില്ല. ഇപ്പൊ സർജറി ആയിക്കോട്ടെ, നമ്മൾ എന്തും ആയിക്കോട്ടെ, നമുക്കൊരു പകുതി കൺസൾട്ടിങ് പീരീഡ് അല്ലാതെ ബാക്കി പ്രൊസീജിയർ ടൈമിലൊന്നും നമുക്ക് പ്രോപ്പർ കാര്യങ്ങൾ കിട്ടാറില്ല. ആര്യൻ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസുകളെല്ലാം തന്നെ, കാരണം ഇത്രയധികം സർജറികൾ നമ്മുടെ കൊച്ചുമാളയിൽ നടക്കുന്ന സമയത്ത് ദൂരെ നിന്ന് കന്യാകുമാരിയിൽ നിന്നും കൊല്ലത്തുനിന്നും കാസർഗോഡ് നിന്നൊക്കെ വന്നവർ പലരും മാളയിൽ ഞാനുള്ളതിൻ്റെ പേരിൽ എന്നെ വിളിക്കാനും കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഡോക്ടറെ കുഴപ്പമില്ല കേട്ടോ, ഡോക്ടർ എന്ത് കാര്യം ചോദിച്ചാലും പറഞ്ഞു തരും. എന്തായാലും അത് നിലനിർത്താനായിട്ട് പറ്റട്ടെ എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും വളരെ സന്തോഷം. കാരണം എന്താ വെച്ചാൽ മാറി വരുന്ന ടെക്നോളജി ഇതിനോട് കൂടെ ചേർത്ത് പറഞ്ഞൊരു കാര്യം കേട്ടോ, സാധാരണക്കാർക്ക് വരുമ്പോൾ ചികിത്സ ചീപ്പ് എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. റിയലി ഏറ്റവും അഡ്വാൻസ്ഡ് മോസ്റ്റ് മോഡേൺ ടെക്നോളജിയും ഫെസിലിറ്റീസും തന്നെയാണ് ഡോക്ടർ പ്രൊവൈഡ് ചെയ്യണത്. പക്ഷെ ഡോക്ടറുടെ ഒരു ഇത് എനിക്ക് ഇത്ര മതി എന്നുള്ളതാണ്. എങ്ങനെയാണ് ഡോക്ടർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ്? അല്ല, എനിക്ക് ഇത്ര മതിയേക്കാളും കൂടുതൽ ഞാൻ പറയുന്നത് സാധാരണക്കാരിലല്ല, നമ്മൾ ഏത് പേഷ്യന്റ് ആയിട്ടാണ് കാണുന്നത്, അവരുടെ കണ്ടീഷനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കണം. അപ്പൊ ഇപ്പൊ ഒരു വളരെ ലോവർ മിഡിൽ ക്ലാസ് ഉള്ള ഒരു പേഷ്യന്റിന് ആ റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ അവർക്ക് അത് ആവശ്യം തന്നെ. അപ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കാനുള്ള ഒരു പരിപാടി നമ്മൾ ചെയ്തു കൊടുക്കണം. പല സ്കീമുകളിൽ കൂടി ആവാം.
യെസ്, ഇത് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഡോക്ടറെ, ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ തുകയിൽ റോബോട്ടിക് സർജറി ഈ കാര്യങ്ങളിൽ കേട്ടോ, നമ്മുടെ ഇനി കാര്യങ്ങളിലൊക്കെയാണ് പറയുന്നത്, ഏറ്റവും കുറഞ്ഞ തുകയിൽ ലഭ്യമാക്കുന്ന ഒരു ഡോക്ടറും കൂടിയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരാതിരിക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. ആവശ്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാം. കാരണം എന്ന് വെച്ചാൽ വളരെ എക്സ്പെൻസീവ് ആണ് ഇതിന്റെ കാര്യങ്ങൾ. കാരണം ടെക്നോളജി എത്ര വളരും തോറും, മുറിവുകൾ ചെറുതാവും തോറും, വേദനകൾ കുറയും തോറും, പോക്കറ്റിന്റെ കനം കൂടുതൽ വേണ്ടി വരും. ഇതൊക്കെ ടെക്നോളജിക്ക് വേണ്ടേ, പൈസ കൊടുത്താലേ പറ്റുള്ളൂ. പക്ഷെ എന്നിരിക്കെ പരമാവധി ചെയ്യാൻ പറ്റാവുന്നതിന്റെ പരമാവധി ഒരാൾക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിലാണ് ഡോക്ടർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ പേരിൽ തന്നെയാണ് നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് ഡോക്ടർ ഞാൻ വീണ്ടും ക്ഷണിച്ച് വരുത്തിയിരുത്തിയിരിക്കുന്നത്. കാരണം എനിക്ക് ആഗ്രഹമുണ്ട് ഇത് കാണണം. കാരണം എൻ്റെ കുടുംബത്തിൽ തന്നെ പലർക്കും അത് അനുഭവപ്പെട്ടതാണ്, ഉപയോഗപ്പെടുത്തി അതിൻ്റെ സുഖം അനുഭവിച്ചു വരുന്നവരാണത്. അതിൻ്റെ പേരിൽ തന്നെ തീർച്ചയായിട്ടും ഞാൻ പേഴ്സണലി ഡോക്ടറെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഹിപ്പിന്റെ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് നീ മാത്രമാണ്, ജോയിന്റ്സ് ആണ് ബേസിക്കലി. അത് ഞാൻ എന്റെ ഏറ്റവും വലിയ പാഷൻ മുട്ടാണെങ്കിലും ഇടുപ്പെല്ലാം ഷോൾഡറും ഞാൻ ചെയ്യുന്നുണ്ട് അടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. ആവശ്യമെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ബന്ധപ്പെടാനുള്ള നമ്പറുകളെല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ എന്താ പറയുക, പരമാവധി നമ്മളൊരു അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ മുട്ടുവേദനയിൽ ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് നമ്മൾക്കായിട്ട് ആ വേദന മാറ്റി കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഇനി പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ കൊടുത്തോണ്ടും ആളുടെ വേദന മാറില്ല. പക്ഷെ നിങ്ങൾ ഈ ഒരു അറിവ് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന വലിയ സപ്പോർട്ടാണ്. കാരണം ഒരു റൈറ്റ് പ്രൈസിലേക്ക് ആൾ എത്തിക്കുക, അതിനൊരു ക്വിക്ക് സൊല്യൂഷൻ കിട്ടുക എന്നുള്ളത്, അത് നമ്മൾ ഒത്തിരി പൈസ എത്ര പറഞ്ഞാലും മതിയാവാത്ത, അല്ലെങ്കിൽ ഒരു വാല്യൂ നിശ്ചയിക്കാൻ പറ്റാത്തതാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഡോക്ടറെ ചോദിക്കാം. ഡോക്ടർ പറഞ്ഞപ്പോ തന്നെ തോന്നിയൊരു കാര്യമാണ്, തൃശ്ശൂരിൽ റോബോട്ടിക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉള്ള കാര്യം ആർക്കും അറിയില്ല. എല്ലാവരും ഇപ്പോഴും പോകുന്നത് എറണാകുളം അല്ലെങ്കിൽ കാലിക്കറ്റ് അല്ലെങ്കിൽ കോയമ്പത്തൂർ വരെയാണ്. എറണാകുളം, കോയമ്പത്തൂരും കാലിക്കറ്റിലുള്ള അതേ റോബോ, ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റോബോട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ആൾക്കാർക്ക് അറിയുന്നില്ല. അപ്പൊ അതറിഞ്ഞ് അവർക്ക് അതിന് പറ്റുന്ന സ്കീമുകളിൽ ഏർപ്പെട്ടിട്ട് നമുക്ക് ആ സർജറി ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ? യെസ്, ബെസ്റ്റ്. അപ്പൊ ഇത് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണോട്ടെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ പരമാവധി ആൾക്കാരിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ പലരും ഇപ്പൊ ഹോസ്പിറ്റൽ കൾച്ചറിനൊക്കെ തെറി പറയുന്നവരൊക്കെ പലപ്പോഴും വീഡിയോയിൽ കാണാറുണ്ട്. പക്ഷെ നമുക്കൊരു വേദന വരുമ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ആ സിറ്റുവേഷനിലേക്ക് ചെന്ന് പെടുമ്പോഴാണ് നമ്മൾ അറിയുള്ളത്. പരമാവധി ഇത് വീഡിയോസ് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് സമൂഹത്തിനോട് ചെയ്യേണ്ട ഒരു നന്മയും കൂടിയാണ്. ഡോക്ടർ, എനിക്ക് കുറച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്കെന്നുള്ളതല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫൺ മൊമെന്റ് എന്തെങ്കിലും പറയാൻ പറ്റും? നമ്മളിപ്പോൾ ഇത്ര സീരിയസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, തിയേറ്ററിൽ ഒരു ഫൺ മൊമെന്റ് മീൻസ് ഒരു പേഷ്യന്റ് ചോദിച്ച ചോദ്യങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർക്കുമ്പോൾ ഒരു ഫണ്ണായിട്ട് തോന്നുന്ന ഒരു മൊമെന്റ്. നമ്മൾ തിയേറ്ററിൽ എപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യം, ആരിസ്ക്ക് അന്ന് തിയേറ്ററിൽ വന്നപ്പോൾ എന്നെ കണ്ടിട്ടുണ്ടാവും, ഗ്രൈൻഡിങ്, ഡ്രില്ലിങ്, അങ്ങനെ കുറേ നമ്മൾ ചിറ്റികൊണ്ട് അടിക്കുന്ന സൗണ്ട് ഭയങ്കര ഒരു ട്രോമയാണ്. അപ്പം ഞാൻ എൻ്റെ പേഷ്യൻസിന് അവർക്ക് ഇഷ്ടമുള്ള ഒരു പ്ലേലിസ്റ്റ് ആദ്യം തന്നെ ഒന്ന് ചോദിക്കും. നമ്മൾ റൗണ്ട്സിനൊക്കെ പോകുമ്പോൾ പാട്ട് കേൾക്കാറുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ആ ഒരു മ്യൂസിക് പോലത്തെ എന്തെങ്കിലും ഒരു കാര്യം അവിടെ വെച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ വേണ്ടി ഒരു സ്റ്റാഫിനെ ഏർപ്പാടാക്കും. ഇല്ലെങ്കിൽ ഇവർ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ, പണ്ടൊക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ ഇതൊന്നും ഞാൻ ചെയ്യണേക്കാളും മുമ്പ് 3-4 ദിവസം പേഷ്യൻസിന് ഉറക്കം കിട്ടില്ല ഈ ഒരു സൗണ്ടിന്റെ കാര്യം മാത്രം കേട്ടിട്ട്. ചില പേഷ്യൻസ് ഒക്കെ പറയും, ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റുന്ന തന്നെ വല്ലാത്തൊരു സുഖമാണ്. സർജറി നമുക്കല്ല, പേഷ്യന്റിനെ സംബന്ധിച്ച് അത് വളരെ നല്ലൊരു ഫീൽ. അതുപോലെ തന്നെ ഇപ്പൊ സർജറി കഴിഞ്ഞിട്ട്, സർജറിക്ക് മുമ്പ്, ഇപ്പൊ ഞാൻ മുട്ടുമാറ്റി വെക്കലെ കുറിച്ചിട്ടാ പറഞ്ഞു, സർജറിക്ക് മുമ്പും കോമൺ ആയിട്ട് പേഷ്യൻസ് ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? വേദന ഉണ്ടാവില്ലോ? സർജറിക്ക് ശേഷം എനിക്ക് വേദന ഉണ്ടാവോ? സർജറിക്ക് ശേഷം എനിക്ക് വേദന ഉണ്ടാവും. കാരണം പലരും പല കാര്യങ്ങളാണ് അവരോട് പറയാ. സർജറി കഴിഞ്ഞാൽ ഞാൻ കിടപ്പിലായി പോകും, 6 മാസം വരെ വേദന ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിട്ടാണല്ലോ നമ്മുടെ അടുത്ത് വരാം. അപ്പൊ ഞാൻ എന്റെ പേഷ്യൻസിനോട് പറയുന്നത്, ഏത് സർജറിക്കും വേദനയുണ്ട്. ആ വേദനേനെ ഏറ്റവും മിനിമൽ ആക്കേണ്ട ചുമതലയാണ് സർജന്റെ. അല്ലാണ്ട് ഒരു വേദന ഇല്ലാത്തൊരു സർജറി എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കറിയാം വേദന ഉണ്ടാവും, പക്ഷെ അതിനെ മാക്സിമം മിനിമലൈസ് ചെയ്യും.
അപ്പൊ സർജറിക്ക് മുമ്പുള്ള ചോദ്യമാണ് വേദന ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം. സർജറിക്ക് ശേഷമുള്ള ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എന്താണ് ഒരു പേഷ്യന്റിന്റെ? ആരിസ്ക പറഞ്ഞ പോലെ തന്നെ എന്നോട് ഇപ്പൊ ലാസ്റ്റ് 2 ആഴ്ച മുമ്പ് ചെയ്ത ഒരാളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ബുള്ളറ്റ് ഓടിക്കാൻ പറ്റില്ല. ഓക്കെ, ആളുടെ ഏറ്റവും വലിയ പാഷനുമാണ്, ആളുടെ ഏറ്റവും വലിയ വേർത്ത് എന്ന് പറയുന്ന ആ ബുള്ളറ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഓടിക്കാന്ന്, കാരണം നമുക്ക് ബുള്ളറ്റ് ഓടിക്കാം, ബൈക്ക് ഓടിക്കണോണ്ട് എന്തോ ഒരു ഡൗട്ട് വരും. ബുള്ളറ്റ് നമുക്ക് കിക്കറൊക്കെ മുട്ട് മാറ്റി വെച്ചവർക്ക് കിക്കറൊക്കെ യൂസ് ചെയ്യാനായിട്ട് കിക്ക് ചെയ്യാനൊന്നും കുഴപ്പമില്ല. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ ഉടനെ അല്ല ഞാൻ ഓക്കെ ഇത് കഴിഞ്ഞാൽ കിക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, സഡൻ കിക്ക് ഒന്നും കുഴപ്പമില്ലല്ലോ, നടത്തം മാത്രമൊന്നുമല്ല. 3-4 മാസം കഴിഞ്ഞത് നമ്മുടെ നോർമൽ മുട്ട തന്നെയല്ലേ. ഓക്കെ, ഈ മല കയറുന്ന പോലെ തന്നെയല്ലേ ഉള്ളൂ ഇതും. യെസ്, ഓക്കെ. ഇപ്പൊ നമ്മുടെ എത്ര ആൾക്കാർ തായ്ലാൻഡിലേക്ക് ട്രിപ്പിന് പോയിട്ടുണ്ട്, അവരെത്ര ദൂരം നടക്കുന്നു, എത്ര സ്റ്റെപ്പ് കയറുന്നു. നമ്മളെ മലേഷ്യയിലെ അമ്പലത്തിലേക്കൊക്കെ കയറി എത്ര ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് അതൊക്കെ പറ്റൂല. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഞാൻ എന്റെ അടുത്തൊരു ചോദ്യം, ചിലപ്പോ ഈ വീഡിയോ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഇത്തരത്തിലൊരു വേദന കൊണ്ട് സഫർ ചെയ്യുന്ന ഒരാളും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ സഫർ ചെയ്യുന്ന ആളുടെ ഒരു ബന്ധുവോ സുഹൃത്താരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അവര് ഇപ്പൊ ഡോക്ടറെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ ഡോക്ടർ അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം ഒന്ന് അവരിപ്പോ ഇത് കണ്ടിട്ട് ആ മൊമെന്റിൽ ഡോക്ടർ ഒന്ന് വിളിക്കാൻ തോന്നിയിട്ട് ഇപ്പൊ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക വിളിക്കാൻ തോന്നുന്ന ഒരാൾക്ക്, ആരും ആയിക്കോട്ടെ, വിളിക്കുന്ന ആൾക്ക് കൊടുക്കേണ്ട ഒരു നിർദ്ദേശം എന്താണ്? അവരുടെ ഒന്നെങ്കിൽ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്യുന്നതായിരിക്കും അത് എപ്പോഴും നല്ലത്. അവരുടെ അമ്മേന്റെയോ ഉപ്പേന്റെയോ കണ്ടീഷൻ പറയാം. അതിൽ തന്നെ വളരെ ദൂരത്തൊക്കെ ആണെങ്കിൽ അവർ ചെയ്യുന്ന ടെസ്റ്റുകളും എക്സ്റേ ഒക്കെ എനിക്കൊന്ന് അയച്ചു തന്നാൽ ബേസിക് ആയിട്ടുള്ള കാര്യം എനിക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് വേണ്ടത് നമ്മൾ നേരിട്ട് കണ്ടിട്ട് തന്നെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ ഇപ്പൊ ഓക്കെ ഇത് കണ്ടോണ്ടിരിക്കണതിൽ ഇപ്പൊ പലയിടത്തും കൺസൾട്ട് ചെയ്തപ്പോ സർജറീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും ഡോക്ടേഴ്സ്. അവര് നാളെ ആവട്ടെ എന്നാണ് നിൽക്കണ്ടായിരിക്കും. ചിലപ്പോൾ ഫിനാൻഷ്യൽ ആകാം, ചിലപ്പോൾ പേടിയാകാം, പല സിറ്റുവേഷൻസ് ആവും. ചിലപ്പോൾ ആരും എല്ലാവരും ഉണ്ടാവും, പക്ഷെ കൂടെ വന്ന് നിൽക്കാൻ ആളില്ല, അതില്ല, അങ്ങനെ പല കണ്ടീഷനായിരിക്കും. ഇവരോട് എന്താ പറയാനുള്ളത്? സർജറി എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ആ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനിലേക്ക് തന്നെ പോകണം. നമ്മുടെ മുട്ട് നമുക്ക് വേദന ഇല്ലാണ്ട് നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഇപ്പം നമ്മുടെ മൂവ്മെന്റ് ഈസ് ലൈഫ് എന്ന് പറയും. നമുക്കൊന്നും നടക്കാൻ പറ്റുന്നില്ല, ഒരാളുടെ സഹായത്തിൽ മാത്രമേ നടക്കാൻ പറ്റുന്നുള്ളൂ. അതിനേക്കാളൊക്കെ നല്ലത് എങ്ങനെയും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സർജറി ചെയ്യുന്നത് തന്നെയായിരിക്കും. എത്ര പീരീഡ് ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇത് വെച്ച് നോക്കുമ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ആവുന്നത് മുതൽ തിരികെ പോകുന്നത് വരെയുള്ള എത്ര ദിവസം ഹോസ്പിറ്റലിൽ വേണം, അതുപോലെ നോർമൽ ലൈഫിലേക്ക് അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പീരീഡും കൂടി. ഞാൻ എപ്പോഴും എന്റെ പേഷ്യൻസിനെ ഒരു 2 ദിവസം മുമ്പ് അഡ്മിറ്റ് ചെയ്യും. കാരണം പണ്ടൊക്കെ തലേദിവസം അഡ്മിറ്റ് ചെയ്യുന്ന രീതിയായിരുന്നു. ഭയങ്കര സ്ട്രെസ് ആയിരിക്കും പേഷ്യന്റിന്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അവർ പലതും കേട്ടിട്ടാണല്ലോ വരുന്നത്. 2 ദിവസം അവരൊന്ന് ഹാപ്പി ആയി കുറച്ചു നേരം TV ഒക്കെ കണ്ട് അവരുടെ പ്രാർത്ഥനയൊക്കെ എത്തിച്ച് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പൊ അവരൊന്ന് കാമായി. അവരുടെ BPയും കാര്യങ്ങളൊക്കെ നോർമലാണെന്ന് എനിക്ക് ഉറപ്പ് വന്നു, ഷുഗർ നോർമലായി. ഒന്ന് കാമായ അവസ്ഥയിൽ ഞാൻ തലേദിവസം വൈകുന്നേരം സർജറിക്ക് വൈകുന്നേരം മുമ്പ് ഞാൻ എന്തൊക്കെയാലും അവരൊന്ന് പോയി കാണും. അപ്പൊ കണ്ടു കുറച്ചു നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് രാവിലെ 6 മണിക്കാണ് ഞാൻ സർജറി ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ സർജറി ചെയ്യുന്നു. ഓപ്പറേഷന് ശേഷം 4ാമത്തെ ദിവസം ഡിസ്ചാർജ്. മൺഡേ അഡ്മിറ്റ് ചെയ്താൽ സാറ്റർഡേ ഡിസ്ചാർജ്. ഇതായിരിക്കും യൂഷ്വലി ഞാൻ ചെയ്യുന്ന പ്രോട്ടോകോൾ. അതിനുശേഷം ബാക്ക് ടു റിക്കവറി പേഷ്യന്റിനെ ആശ്രയിച്ചിരിക്കും. എന്നിരുന്നാലും ഒരു മിനിമൽ ടൈം 6 വീക്സ്. ആദ്യത്തെ ഒരു 2 വീക്സ് ഭയങ്കര കെയർ വേണം. കാരണം നമ്മൾ മുറിവ് ഉണങ്ങുന്ന വരെ അല്ലെങ്കിൽ സ്റ്റിച്ച് വെട്ടുന്ന വരെയുള്ള ഒരു കെയർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സമയങ്ങളിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആരിസ്കൊക്കെ അറിയുന്ന പോലെ ഇൻഫെക്ഷൻ വന്നാൽ കംപ്ലീറ്റ്ലി ആ സിനാറിയോ മാറി. കാരണം ഈ ചെയ്തതൊക്കെ വെറുതെ. ആ ഇൻഫെക്ഷൻ വരാണ്ടിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇമ്പോർട്ടന്റ്, വീട്ടിൽ പോയതിനു ശേഷം ഒരുപാട് ആൾക്കാർ വന്ന് കാണും. ന്യൂ ആണ്, ഒരാളും വന്ന് കാണേണ്ട കാര്യമില്ല. അവര് തനിച്ച് മതി, അവരുടെ വീട്ടിലുള്ളവർ വീഡിയോ കോൾ ചെയ്താലും മതി. കാരണം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലും നമുക്ക് പിന്നെ എളുപ്പമായിരിക്കില്ല. അത് 2 ആഴ്ച കഴിഞ്ഞ് സ്റ്റിച്ച് വെട്ടി ഒരു മൈൽഡ് എക്സസൈസ് ഒക്കെ തുടങ്ങി ഒരു 1 മന്ത് എന്ന് വെച്ചാൽ ഒരു 6 ആഴ്ച ആകുമ്പോഴേക്കും സ്റ്റെപ്പ് കയറി ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് മെജോറിറ്റി പേഷ്യൻസിനെ നമുക്ക് എത്തിക്കാൻ പറ്റും. ഏജ് ലിമിറ്റ് എന്തെങ്കിലും ഉണ്ടോ? ദാറ്റ് മീൻസ് ഞാൻ 40 വയസ്സുള്ള ആളിനെ മാറ്റി വെച്ചിട്ടുണ്ട്, 88 വയസ്സുള്ള ആളിനെ മാറ്റി വെച്ചിട്ടുണ്ട്. 88 വയസ്സ് വരെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഏജ് അല്ല, അവരുടെ ഹെൽത്ത് കണ്ടീഷനും മെന്റൽ സ്റ്റേറ്റസും. കാരണം അവര് റെഡിയാണ്. ഇപ്പൊ 88 വയസ്സുള്ള കുഞ്ഞുമോൻ എന്ന ഉപ്പയാണ് ഞാൻ മാറ്റി വെച്ചത്. ആൾക്ക് നിർബന്ധമാണ് എന്റെ 2 മുട്ട് മാറ്റി വെച്ച് എനിക്ക് എല്ലാം ഉഷാറാക്കണമെന്ന്. ഒറ്റയടിക്ക് 2 മുട്ട് മാറ്റി. അല്ല, ആൾക്ക് 88 വയസ്സാണെങ്കിലും ആൾക്ക് നല്ല കാർഡിയക് ഫംഗ്ഷൻ ഒക്കെയാണ്. പിന്നെന്താ കുഴപ്പമില്ല, പണ്ട് നല്ല പണിയെടുത്ത ആളാണ്. അപ്പൊ 2 ഒറ്റ സിറ്റിംഗിൽ തന്നെ 2 മുട്ടും ചെയ്തു.
അടുത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ, അതായത് സർജറിക്ക് ശേഷം മലയൊക്കെ കയറാൻ പറ്റും? എങ്ങനത്തെ മലയാണ്? അത്യാവശ്യം നല്ല ഉയരമുള്ള മലയിലേക്കൊക്കെ അവർക്ക് ആവശ്യമുള്ളത് മാത്രം മതി. ഭയങ്കര വലുതിലേക്കൊന്നും പോകണ്ട. വേണ്ട, നോർമൽ. ഈ പ്രായത്തിലൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ മുട്ട് മാത്രമല്ലല്ലോ, വേറെ പല ഇഞ്ചുറീസും വരാമല്ലോ. ബാത്ത് കേസൊക്കെ സുഖമായിട്ട് നടന്നു. അതൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഹജ്ജ് ഉംറക്കൊക്കെ പോകാനായിട്ട് യാതൊരു കുഴപ്പമില്ലല്ലോ. എത്ര പേര് അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഹജ്ജ് ഉംറക്ക്. ഞാന് നമ്മുടെ പ്രേക്ഷകർക്ക് എന്റെ ഉമ്മിച്ചൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം കേട്ടാ ഹജ്ജും ഉംറക്കൊക്കെ പോയതിനകത്ത്. പിന്നെ അത്യാവശ്യം മലയും കയറും. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാല് ഒരു പേഷ്യന്റിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയുകയാണെങ്കിൽ, തിയേറ്ററിലൊക്കെ വരുമ്പോൾ എക്സ്പീരിയൻസ് എല്ലാവരും ടെൻഷനൊക്കെ തിയേറ്ററിൽ ഒരു സ്ട്രെസ്ഫുൾ അറ്റ്മോസ്ഫിയർ അല്ലേ, അപ്പൊ അത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒന്ന് പേടിക്കുന്നു. ഓക്കെ, അതൊക്കെ എന്നാ സർജറിക്ക് ശേഷമുള്ള ഒരു ഡോക്ടർക്ക് ഒരുപാട് ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഇവിടെ മഞ്ഞുമേലിൽ നിന്ന് വന്നൊരു പേഷ്യന്റ് ആണ്, വായുധ ബഷീർ, പേര് പറയുന്നോട്ട് കുഴപ്പമില്ല. ആ പേഷ്യന്റ് എന്റെ അടുത്ത് വന്നപ്പോ ആദ്യം പറഞ്ഞ കാര്യം, ആടെ ഒരു സ്വിഗ്ഗിയിൽ ഒരു ക്ലൗഡ് കിച്ചൺ നടത്തുന്നുണ്ടായിരുന്നു, ഉമ്മച്ചിന്റെ ബിരിയാണി എന്ന പേര്. അപ്പൊ അത് 6 മാസമായിട്ട് നിർത്തേണ്ട വന്നു. കാരണം നിന്നിട്ടാണല്ലോ ഈ പരിപാടികൾ മൊത്തം, ആള് തനിച്ചാണ് ഈ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ആളുടെ ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഈ ക്ലൗഡ് കിച്ചൺ സ്വന്തമായിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണം. സർജറിക്ക് ശേഷം കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും സ്വിഗ്ഗിയിൽ ഓപ്പൺ ആവുകയും ചെയ്തു. ഒരു 50 ബിരിയാണി ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് അവർ വണ്ടിയിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി. കാരണം ബാക്കി എല്ലാവർക്കും വേദന ഇല്ലാണ്ട് നടക്കുക എന്നുള്ളത് ഒക്കെ ഓക്കെ ആയിരിക്കും. ഇതൊരു ഉമ്മച്ചിന്റെ വലിയൊരു പ്രസ്റ്റീജ് കാര്യമായിരുന്നു. ആ ബിരിയാണി കട തിരിച്ചു തുടങ്ങി കാര്യങ്ങളൊക്കെ പഴയ രീതിയിലേക്ക് എത്തിക്കണം. അത് ഭയങ്കരമായിട്ടൊരു ടച്ച് ചെയ്തൊരു മൊമെന്റ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് സമയപരിധിയിൽ നിന്നിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. മുട്ടുവേദനക്ക് ഏറ്റവും വലിയ കാരണം എന്താണ്? നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയും. ബേസിക്കലി എക്സസൈസ് ഇല്ലായ്മ, ബോഡി വെയിറ്റ് കൂടുന്നു, പിന്നെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഒരു ഫീമെയിൽ പേഷ്യൻസിനെ സംബന്ധിച്ച് അവർ ഒരുപാട് ജോലികൾ ചെയ്തിരുന്നു, പക്ഷെ അവരുടെ മസിൽസിനെ ബലപ്പെടുത്തുന്ന ഒരു എക്സസൈസും അവർ ചെയ്യുന്നില്ല. ചില ഉമ്മമാര് വന്നിട്ട് പറയും, ഞാൻ കുറേ നടക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അവരുടെ എക്സസൈസ് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ മസിലുകൾക്കൊന്നും ഒരു ബലമേ ഉണ്ടാവില്ല. ബേസിക്കലി നമ്മൾ പീരീഡ്സ് ഒക്കെ നിൽക്കുന്നേക്കാളും മുമ്പ് തന്നെ നല്ല രീതിയിലുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് തുടങ്ങണം. പീരീഡ്സിന് ശേഷം അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസിൽ ഓസ്റ്റിയോപോറോസിസ് ഒക്കെ വരണേക്കാളും മുമ്പ് തന്നെ എക്സസൈസും സപ്ലിമെന്റ്സും നിർബന്ധമാണ്. അത് ഏറ്റവും മൂർധാവിൽ എത്രയേക്കാളും മുമ്പ് തന്നെ ഇതൊക്കെ തുടങ്ങണം. ഒരു 30-35 തൊട്ട് തന്നെ നല്ല രീതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ നന്നായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ കുറെ നടക്കുന്നവർക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണോ കുറവാണോ? മുട്ട് തേയ്മാനത്തിന് നടത്തം പോലെ ഇരിക്കും. അവര് വീട്ടിലത്തെ ജോലിയാണ് നടത്തമെന്ന് കാണുകയാണെങ്കിൽ അത് നടത്തല്ല. നേരെ മറിച്ച് അവർ എക്സസൈസിന് വേണ്ടിയുള്ള ഒരു ബ്രിസ്ക് വാക്കിംഗ് ആണെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് അതെനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു ചോദ്യമാണ്, അത് ഇന്ത്യൻ ടോയ്ലറ്റ് ആണോ അതോ വെസ്റ്റേൺ ടോയ്ലറ്റ് ആണോ? ഇന്ത്യൻ ടോയ്ലറ്റ് ആണ് നല്ലതെന്ന് പറയാം, പക്ഷെ ഇപ്പൊ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യം. കാരണം എല്ലാവരുടെയും വീട്ടിൽ വെസ്റ്റേൺ ടോയ്ലറ്റ് ആണ്. എന്റെ കൺസേൺ എന്താ വെച്ചാല്, നമുക്ക് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്നവർക്കാണോ മീൻസ് മുട്ടിന് കൂടുതൽ കംഫർട്ട്, മീൻസ് നേരത്തെ അത്തരം രീതിയിൽ യൂസ് ചെയ്ത് വന്നവരാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. യാതൊരു സംശയമില്ല. ചെയ്തു വന്നവർക്ക് വേദന വന്നിട്ടല്ല. ഓക്കെ. അതുപോലെ തന്നെ സൈക്ലിങ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. നല്ല ഒരു ഇതാണ് സൈക്ലിങ്. ഈ ഇപ്പൊ ഒരു വർക്കൗട്ട് ചെയ്യണം, ഇപ്പൊ ചെറിയ രീതിയിൽ മുട്ടുവേദനകൾ തുടങ്ങിയ സമയത്ത് പോയി സൈക്ലിംഗ് ചെയ്യരുത്. അതിനേക്കാളൊക്കെ മുമ്പ് സൈക്ലിംഗ് നല്ലതായിരിക്കും. ആ വേദന വരുന്നേക്കാളും മുമ്പാണ് അത് ചെയ്യേണ്ടത്. വേദന വന്നാൽ ആ പെയിൻ വന്നിരിക്കുന്നതിന്റെ കാരണം കണ്ടുപിടിക്കണം, അതിനെ ട്രീറ്റ് ചെയ്യണം. അതല്ലാതെ നമ്മൾ ആ സമയത്ത് ജിമ്മിൽ പോയി ത്രെഡ്മില്ലിൽ ഓടുന്നു, അതൊക്കെ പെയിനെ എഗ്രിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കണ്ടീഷനെ കൂട്ടാനേ സാധിക്കുള്ളൂ. ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പൊ വേദന ഒക്കെ തുടങ്ങിയപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് നമ്മൾ കടക്കാന്ന് വിചാരിച്ച് മസിൽ സ്ട്രെങ്തനിങ് എന്നൊക്കെ വിചാരിച്ച് ഇപ്പൊ ട്രെഡ്മില്ലിൽ ഓടുമ്പോൾ കൂടുതൽ സ്ട്രെയിൻ വന്നത്. സൈക്ലിംഗ് ആകുമ്പോൾ അത്രയും വരുന്നില്ല, അപ്പൊ അത് ബാലൻസ് ആവോ എന്നുള്ളതാണ്. ബാലൻസ് ആവും, പക്ഷെ അതിന്റെ കണ്ടീഷൻ കൂടി നോക്കിയിട്ട് ശേഷം വേണം ചെയ്യാൻ വേണ്ടിട്ട്. സ്വിമ്മിങ് കുഴപ്പമില്ല, വളരെ നല്ലതാണ്. ഏത് കണ്ടീഷനിലും സ്വിമ്മിങ് ഓക്കെ. സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം. യോഗ ബെസ്റ്റ് ആണ്. പക്ഷെ കൺസിസ്റ്റൻസി ആണ് ഇമ്പോർട്ടന്റ്. നമ്മൾ എന്ത് ചെയ്താലും ഇത് റെഗുലർ ആയിട്ട് ചെയ്യണം. ഒരെണ്ണം ചെയ്ത് ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് വേറെ ഇതിലേക്ക് പോവാം, അപ്പൊ അത് നമ്മുടെ ബോഡീനെ ഭയങ്കരമായിട്ട് ടോൾ ചെയ്യുള്ളൂ. അതിനേക്കാളും നല്ല ഒരു കാര്യം എന്താണ് ചെയ്യണം അത് തന്നെ കണ്ടിന്യൂസ്. ഇപ്പം 20 മിനിറ്റ് ബ്രിസ്ക് വാക്കിംഗ് അത് മതി, പക്ഷെ അത് എല്ലാ ദിവസവും ചെയ്യണം.
പിന്നെ ഡോക്ടർ എന്നോട് എപ്പോഴും പറയുന്നതാണ്, ഡോക്ടർക്ക് ആദ്യം വണ്ണമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ഫുഡ് അടിക്കാനൊക്കെ പോകുന്ന സമയത്ത് എന്നെ പോലൊക്കെ തന്നെ വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ചുള്ളരായിട്ട് മാറി. എന്നോട് എപ്പോഴും പറയുന്നുണ്ട് വണ്ണം കുറയ്ക്കാനായിട്ട്. സത്യം പറഞ്ഞാല് ഈ വണ്ണം തന്നെ, ശരീരഭാരം തന്നെ മുട്ടുവേദനക്ക് ഒരു പ്രധാന ഘടകമാണ്. ഫുൾ ലോഡ് നമ്മുടെ മുട്ടിലേക്കല്ലേ. ആണല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ പോഡ്കാസ്റ്റിൽ കുറച്ച് സമയം നമുക്ക് തന്നതിൽ കുറച്ച് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. വീണ്ടും പറയുന്നു, ഇന്നിപ്പോ കോമൺ ആയിരിക്കണം. പണ്ടൊക്കെ വളരെ റെയർ ആയിരുന്നു മുട്ടുമാറ്റി വെക്കണം എന്ന് പറഞ്ഞാല്. ഇന്ന് എല്ലാവരും മുട്ടുമാറ്റി വെക്കും. ഇപ്പൊ എല്ലാവർക്കും ഷുഗർ, കൊളസ്ട്രോള്, മുട്ടുമാറ്റി വെക്കുന്നതൊക്കെ പറഞ്ഞ പോലെ ലൈഫ് സ്പാനും കൂടിയില്ലേ. ഓക്കെ. നമ്മുടെ കേരളത്തിലത്തെ ആൾക്കാരുടെ ലൈഫ് സ്പാനും കൂടല്ലേ. ഓക്കെ. അപ്പൊ ഈ ഹെൽത്ത് കെയറിന്റെ ആ അഡ്വാൻറ്റേജിലൂടെ തന്നെ എല്ലാ ടെക്നോളജിയും അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റും എല്ലാവരിലേക്ക് എത്താണ്. ഓക്കെ. അതാണ് ബേസിക്കലി. ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. നമുക്കിപ്പോ മാർക്കറ്റിൽ ഇപ്പൊ ആൾക്കാർ മുമ്പത്തെ നിന്നൊക്കെ മാറിയിട്ട് ഒരുപാട് എന്താ പറയുക, പലതരത്തിലുള്ള ടാബ്ലറ്റ്സ് സംഭവങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ജോയിന്റിന് ബെസ്റ്റ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ റെക്കമെൻഡബിൾ ആണോ? ഒരു ഓർത്തോപെഡിക് സർജനെ കാണിച്ചിട്ട് ആളെ അഡ്വൈസ് ചെയ്യുന്നത് കഴിക്കുന്നതായിരിക്കും എപ്പോഴും ഞാൻ പറയാറുള്ളൂ. അല്ലാതെ നെറ്റിൽ കാണുന്നു അത് കഴിച്ച മുട്ടുതേയ്മാനം മാറും, ഞാനും ഇടയ്ക്കിട്ട് കണ്ടിങ്ങനെ മേടിക്കാനൊക്കെ തോന്നാറുണ്ട്. അത് തോന്നേ വേണ്ട. ആവശ്യമില്ലാത്തൊരു മരുന്ന് കഴിക്കണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ജോയിന്റിലുള്ള ഫ്ലൂയിഡ് കുറഞ്ഞിരിക്കുകയാണ്, അതിനാണ് നമുക്ക് കൊളാജൻ, പെപ്റ്റൈഡ്, ഗ്ലൂക്കോസ് അങ്ങനത്തെ വേണ്ടത്. പക്ഷെ അത് ഒരു ഡോക്ടറിനെ കാണിച്ച് ഒരു എക്സ്റേ എടുത്ത് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. വെറുതെ അനാവശ്യമായിട്ട് മരുന്നുകൾ കഴിക്കുന്നതിൽ ആവശ്യമില്ല. നമ്മുടെ സാധാരണ നോർമൽ ഡയറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള രോഗിയുടെ വിശേഷങ്ങൾ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതെല്ലാവർക്കും തോന്നും, ഡോക്ടർ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഇത് എത്ര ചെലവ് വരുന്നുള്ളൊരു ഘടകം കൂടി ഉണ്ടല്ലോ. കാരണം പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഡോക്ടറുടെ പ്ലാൻ അനുസരിച്ചിട്ട്. കാരണം ഓരോരുത്തർ നമ്മളിപ്പോൾ ഡോക്ടറുടെ കാര്യം നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതിന് എന്ത് ചെലവ് വരും. ഇപ്പൊ മുട്ട് മാറ്റി വെക്കുമ്പോൾ ഒരു മുട്ട് മാറ്റി വെക്കണതിന്റെ 2 മുട്ട് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ പറയുന്നത് റോബോട്ടിക്. അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ്? മെജോറിറ്റി 90% റോബോട്ടിക് മാത്രമേ ചെയ്യുന്നുള്ളൂ. 90% റോബോട്ടിക് മാത്രമാണത്. അപ്പൊ ഇതിന് വരുന്ന ചെലവുകളൊക്കെ എങ്ങനെയാണ്? നമ്മൾ പണ്ട് അരസ്കൊക്കെ അറിയായിരിക്കും, നമ്മളൊരു പാക്കേജിലാണ് പണ്ടും ചെയ്തിരുന്നത്, ഇപ്പോഴും അത് തന്നെയാണ്. നമ്മൾ ഒരു പേഷ്യന്റ് ഒരു മുട്ടിനാണെങ്കിൽ 2 lakhs-ഉം 2 മുട്ടിന് 4 lakhs-ഉം പാക്കേജിലാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരുപാട് ടെൻഷൻസ് ഇല്ല. പിന്നെ ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസ് അതൊക്കെ പല പല വേരിയങ്ങിൽ വരും. എടുക്കുന്ന റൂമിന്റെ പോലെ അത് ഡിഫറെന്റ് ആണ്. ബേസിക് ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരു പാക്കേജ് ഇതാണ്. ഇത് ഇപ്പൊ 2 lakhs and 4 lakhs. അതായത് ഒരു മുട്ടിന് 2 ലക്ഷം, 2 ലക്ഷം, 2 മുട്ടിന് 4 ലക്ഷം. 4 ലക്ഷം ചെയ്യുന്നു റോബോട്ടിക്കൽ. ഓക്കെ. അപ്പൊ നമ്മള് സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ 1 ലക്ഷം രൂപക്ക് മുട്ട് മാറ്റി വെക്കാൻ അന്ന് മാളയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരു മുട്ടിന് 1 ലക്ഷം, 2 മുട്ടിന് 2 ലക്ഷം ഉണ്ട്. കാരണം 6 കൊല്ലം മുമ്പ്. യെസ്. അന്ന് മിക്ക സ്ഥലങ്ങളിലും 2-2.5 ലക്ഷം രൂപയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഡോക്ടർ അന്ന്. എങ്ങനെയാണ് ഡോക്ടറെ നമുക്കിത്, ഞാൻ ചോദിക്കുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, ഇത് അഫോർഡബിൾ ആക്കി കൊടുക്കാൻ പറ്റുന്ന വോളിയമാണ് പ്രധാനമായിട്ടും ഡോക്ടർ. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മുട്ട് മാറ്റി വയ്ക്കലാണല്ലോ നമ്മുടെ പാഷൻ. മാക്സിമം എമൗണ്ട് ഓഫ് പേഷ്യൻസിലേക്ക് ഇത് എത്താം. അപ്പൊ ആ വോളിയം ജനറേറ്റ്സ്, ആ വോളിയത്തിൽ ഉണ്ടാക്കുക, അതാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും ഒരുപാട് പേർക്ക്, ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിന് അകത്തും പുറത്തുള്ളവർക്കും കൂടിയും ഉപകാരത്തിൽ പെടട്ടെ എന്ന് ഞാൻ പറയുന്നു. ഡോക്ടർ എന്തായാലും അതിനുവേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുകയാണത്. ഡോക്ടറോട് എനിക്കുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് അന്ന് ഡോക്ടർക്ക് ഇതിന് ഡബിള് മേടിക്കാൻ, ഈ 1 ലക്ഷം എന്ന് പറഞ്ഞെടുത്ത് ഡോക്ടർക്ക് തന്നെ ഓഫറുകൾ ഉള്ളത് എനിക്കറിയായിരുന്നു. അത് ഡബിൾ ഓഫറുകളൊക്കെ നിരസിച്ചിട്ട് എൻ്റെ സ്വന്തം മാളയില്, മാള എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു ഹോസ്പിറ്റൽ വന്നിട്ട് ഡോക്ടർ അവിടെ ഒരു വൻ വിപ്ലവമാണ് തീർത്തത്. അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ചില വീഡിയോകൾ നമുക്ക് തന്നെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എടുത്തത്. കാര്യം പല ലോക കാഴ്ചകളും ഭക്ഷണങ്ങളൊക്കെ കാണിച്ചു പോകുമ്പോൾ കാണുന്നു, അത് പോകുന്ന ആൾക്കാർ. പക്ഷെ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാരുടെ പെയിൻ മാറ്റി കൊടുക്കുക, ലൈഫിന് സപ്പോർട്ട് ആവാന്ന് പറഞ്ഞാൽ നമുക്കത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിന് നമുക്ക് കൂടെ നിന്ന ഡോക്ടറാണ് നമ്മളോടൊപ്പം ഉള്ളത്. തീർച്ചയായിട്ടും ഡോക്ടറെ ബന്ധപ്പെടാനുള്ള നമ്പറുകളും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. ഡോക്ടറെ വിളിച്ച് ചോദിക്കാനുള്ള കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുക. നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്കോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.
എന്റെ അഭിപ്രായത്തിൽ ആർക്കും ഇത് ഡോക്ടറെ കാണേണ്ട ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്, ഡോക്ടറെ ഇരുത്തിയിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു മടിയും കൂടാതെ കേരളത്തിന്റെ അകത്ത് എവിടെ നിന്നാണെങ്കിലും, ഇന്ത്യക്കകത്ത് എവിടെ നിന്നാണെങ്കിലും, വിദേശത്തു നിന്നാണെങ്കിലും നിങ്ങൾ ഡോക്ടറെ ബന്ധപ്പെട്ടോളൂ. ഡോക്ടർ നിങ്ങൾക്ക് ഒരു നല്ല സൊല്യൂഷൻ പറഞ്ഞുതരും. എന്താണ് ഡോക്ടർ അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത്? പോഡ്കാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരിലേക്കും ഈ മുട്ടുമാറ്റിവെക്കലിന്റെ കാര്യങ്ങളിലേക്ക് എത്തണം, നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക, അതാണ് ബേസിക്. ഡോക്ടർ ഇപ്പൊ നമ്മുടെ സ്റ്റുഡിയോയിലാണ്, നമ്മുടെ എന്റെ പേഴ്സണൽ സ്റ്റുഡിയോയിലാണ് ഞാൻ ഡോക്ടർ ഇരിക്കുന്നത്. ഡോക്ടറെ അവൈലബിൾ ആവണമെങ്കിൽ എവിടെയൊക്കെ ഹോസ്പിറ്റലിലാണ് അവൈലബിൾ? ഇത് വീട്ടിൽ ചെയ്യണ കാര്യമല്ലല്ലോ, എവിടെയൊക്കെയാണ് അവൈലബിൾ ആവുന്നത്? ഉള്ളത് തൃശ്ശൂർ മദർ ഹോസ്പിറ്റലാണ് ഫുൾ ടൈമർ ആയിട്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ എറണാകുളം വെൽകെയർ ഹോസ്പിറ്റൽ വൈറ്റില, പിന്നെ നമ്മുടെ മാളയില് ഗുരുധർമ്മ മിഷൻ ഹോസ്പിറ്റലിലും ഞാൻ അവൈലബിൾ. 3 സ്ഥലങ്ങളിൽ ഞാൻ അവൈലബിൾ. മാളയിൽ നമ്മൾ വിട്ടുകൊടുക്കൂല ഡോക്ടർ, മാള ഒരിക്കലും വിടാൻ നമുക്കും തോന്നുന്നില്ല. അപ്പൊ മാളയിലുണ്ട്, എറണാകുളത്തുണ്ട്, തൃശ്ശൂരുണ്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇത് ഉപകാരത്തിൽ പെടട്ടെ, അറിവുകൾ ഉപകാരത്തിൽ പെടട്ടെ. ആവശ്യമെങ്കിൽ ഡോക്ടർ ഉപയോഗിക്കൂ, എത്രമാത്രം പറയാനുള്ളൂ. നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നതിനും ഇത്രയും തിരക്കിനിടയിൽ വന്നിരിക്കുകയും കുറെ സമയങ്ങൾ നിങ്ങൾ കാണുന്ന റെക്കോർഡിന് അപ്പുറത്തേക്ക് ഇത്രയും നേരം ഞങ്ങൾ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് എനിക്ക് അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഇനിയും ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജീവിതത്തിന് ആശ്വാസമാവാനും സമാധാനമാവാനും അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. താങ്ക് യു.